നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു ചേഞ്ച് ആയിട്ടുള്ള ഐറ്റാണ് ഒരു ചിക്കൻ നിർവാണയാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് നമ്മൾ 200 ഗ്രാമോളം ചിക്കൻ നല്ല രീതിയിൽ വാഷ് ചെയ്ത് മാറ്റി വെച്ചു. ചിക്കൻ മാരിനേറ്റ് ചെയ്ത് മാറ്റി വെക്കാൻ ആദ്യം അതിലേക്ക് നമ്മൾ 1/4 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1/2 ടേബിൾ സ്പൂണോളം ഉപ്പ്, 1/2 ടേബിൾ സ്പൂണോളം സാധാ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂണോളം തൈര്, അല്പം വെജിറ്റബിൾ ഓയിൽ, ജീരകപ്പൊടി അല്പം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് വേണമെങ്കിൽ ഗരം മസാല ഒരല്പം ചേർത്ത് കൊടുക്കാം. നമ്മൾ നല്ല രീതിയിൽ മിക്സ് ചെയ്യാണ്. അത് നമ്മൾ തന്തൂരി അടുപ്പിലാണ് ജസ്റ്റ് നമ്മൾ തയ്യാറാക്കണം. നമ്മൾ വീട്ടിൽ തയ്യാറാക്കാൻ എളുപ്പത്തിനായിട്ട് നമ്മളൊരു പാനിൽ ജസ്റ്റ് ഒന്ന് ഗ്രില്ല് ചെയ്തെടുക്കുന്നുള്ളൂ. നമ്മളതിലേക്ക് അല്പം വെജിറ്റബിൾ ഓയിൽ ഒഴിച്ച് കൊടുത്ത് നല്ല രീതിയിൽ ഗ്രില്ല് ചെയ്യാണ്. അല്പം കൂടി ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്, ചിക്കൻ നല്ല സോഫ്റ്റ് ആവാനായിട്ടും അടി പിടിക്കാതിരിക്കാനായിട്ട്. ഇത് ഒരു 15 മിനിറ്റിനുള്ളിൽ നല്ല രീതിയിൽ നമ്മൾ കുക്കാക്കി മാറ്റി വെച്ചു. മസാല തയ്യാറാക്കാനായിട്ട് ഗരം മസാല ഹോളായിട്ടുള്ളത്, കാശ്മീരി മുളക്, ഇത് ഉണക്കമുളക് ഇട്ട് വേവിച്ചാലും മതി, വെളുത്തുള്ളി, സവാള, തക്കാളി, 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ ഉപ്പ്, അല്പം കൂടി വെള്ളം ഒഴിച്ച് കൊടുത്ത് അതിലേക്ക് കാഷ്യൂട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലിപ്പോൾ കസ്തൂരി മേത്തിയോ റെഡ് കളറോ നമുക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇത്രയാണ് നമ്മൾ ചേർക്കുന്നത്. 15 മിനിറ്റിനുള്ളിൽ നല്ല രീതിയിൽ നമ്മുടെ വെജിറ്റബിൾ എല്ലാം വെന്ത് കിട്ടി. അത് നമ്മുടെ മിക്സിയുടെ ജാറിലിട്ട് ഫൈൻ പേസ്റ്റ് ചെയ്യാണ്. ചൂടാറിയതിന് ശേഷം നമ്മൾ നല്ല രീതിയിൽ ഫൈൻ പേസ്റ്റ് ചെയ്ത് നമ്മുടെ മിക്സ് മാറ്റി വയ്ക്കുക. ഇനി ഒരു പാനിലേക്ക് നമ്മൾ അല്പം വെജിറ്റബിൾ ഓയിൽ ഒഴിച്ച് കൊടുത്ത് അത് ഫിനിഷ് ചെയ്യാനായിട്ട് അല്പം വെളുത്തുള്ളി, ഇഞ്ചി, സവാള, തക്കാളി അല്പം ഇട്ട് കൊടുത്ത് നമ്മൾ അതിലേക്ക് ഒരു നുള്ള് ഉപ്പ് കൂടി ഇട്ട് കൊടുത്ത് നല്ല രീതിയിൽ സോട്ട് ചെയ്യാണ്. അല്ല അതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഇത്രയും ചേർത്ത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ട് മിക്സ് കൂടി നല്ല രീതിയിൽ പേസ്റ്റ് ചെയ്തിട്ട് നമ്മുടെ മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. സോട്ടായി വരുന്ന മസാലയിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുത്തു. വളരെ സ്ലോ ഫയറിൽ നമ്മൾ നല്ല രീതിയിൽ ഇത് കുക്ക് ചെയ്യാണ്. ഒരു 5 മിനിറ്റിന് നല്ല രീതിയിൽ അതിൻ്റെ പച്ചക്കുത്തിലെല്ലാം പോയി കിട്ടും. ഇത് കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള ഐറ്റമാണ്. വളരെ സ്ലോ ഫയറിൽ 5 മിനിറ്റ് ഇത് കുക്ക് ചെയ്യുക. ഇനി ഇതിലേക്ക് അല്പം ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുത്താൽ ഓപ്ഷനിലാണ്. ടൊമാറ്റോ സോസ് കൂടി 2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ നല്ല രീതിയിൽ മിക്സ് ചെയ്യുന്നുണ്ട്. നമ്മൾ ക്രീം, പശുവിൻ പാൽ എന്ത് വേണമെങ്കിലും നമുക്ക് ഈ സമയത്ത് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ പശുവിൻ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 2 ടേബിൾ സ്പൂൺ പശുവിൻ പാൽ, അല്പം കൂടി വെള്ളം ഒഴിച്ചു കൊടുത്ത് നമ്മൾ നല്ല രീതിയിൽ കുക്ക് ചെയ്യാണ്. ഒരു നുള്ളു പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. അല്പം ഗീ കൂടി ഒഴിച്ചു കൊടുത്ത് നമ്മൾ നല്ല രീതിയിൽ മിക്സ് ചെയ്യാണ്. ഇപ്പോൾ നല്ല സ്മെല്ലോട് കൂടി നല്ലൊരു ഗ്രേവി നമുക്ക് കിട്ടും. ഇനി നമ്മൾ അല്പം ഫ്രഷ് ക്രീം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്യാണ്. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് നമ്മുടെ ഗ്രേവി മാറി, അധികം സ്പൈസി ഒന്നും ഇല്ലാതെ. ഇനി നമ്മൾ ഒരു വാഴയുടെ നല്ല രീതിയിൽ വാട്ടി ഒരു പാനിൻ്റെ മുകളിലേക്ക് ഇട്ട് അല്പം ബട്ടർ ഇട്ടിട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തു. അതിൻ്റെ മുകളിൽ നമ്മൾ ജൂലിയനായിട്ട് കട്ട് ചെയ്തിട്ടുള്ള ഇഞ്ചി, തക്കാളി, മല്ലിയില ഇത്രയും നമ്മൾ ലെയറായിട്ട് ഇട്ട് കൊടുത്തു. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഗ്രേവി കൂടി നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. വളരെ സ്ലോ ഫയറിലാണ് നമ്മളിത് ഇങ്ങനെ പ്രോസസ്സിങ് ചെയ്യുന്നത്. അതിലേക്ക് അല്പവും ക്രീമും ഗാർണിഷിനായിട്ട് മല്ലിയില, ഇഞ്ചി, തക്കാളി, അല്പം മേത്തി ലീവ്സ് കൂടി ഇട്ട് കൊടുത്ത് നമ്മൾ നല്ല രീതിയിൽ അടച്ചു വയ്ക്കുകയാണ്. ഒരു 10 മിനിറ്റിനുള്ളിൽ സെർവ് ചെയ്യാവുന്ന രീതിയിൽ നമ്മുടെ നിർവാണ തയ്യാറായി കഴിഞ്ഞു.